അസ്സലാമലൈക്കും. ഇനി വരുന്ന ഓരോ ദിനരാത്രികളും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന രാത്രികളാണ് റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികൾ. ഖുർആൻ സൂറത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ ലൈലത്തുൽ ഖദറിനെ വരവേൽക്കുന്ന രാത്രികളാണല്ലേ ഓരോ രാത്രികളും. ഏത് രാത്രിയിലാണ് നമുക്ക് ലൈലത്തുൽ ഖദർ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാ രാത്രിയും അതിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ രാത്രിയാണ് ആദ്യത്തെ ലൈലത്തുൽ ഖദർ രാത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഓതേണ്ട കുറച്ച് സൂറത്തുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ സൂറത്തുൽ സിൽസാൽ. ഇത് ഖുർആൻ്റെ പകുതിക്ക് സമമാണ്. അപ്പോൾ അത് 2 പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ പ്രതിഫലം കിട്ടും. സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ സൂറത്ത്. ഇത് 1/3 പ്രതിഫലമാണ്. അതായത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ പ്രതിഫലം കിട്ടും. അടുത്തത് സൂറത്തുൽ കാഫിറൂൻ. ഇത് 4 പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ പ്രതിഫലം ലഭിക്കും. അഞ്ചാമത്തത് സൂറത്തു തക്കാസുർ. തക്കാസുർ 1 പ്രാവശ്യം ഓതുകയാണെങ്കിൽ 1000 ആയത്തുകൾ ഓതിയതിന് പ്രതിഫലം ലഭിക്കും. അടുത്തത് സൂറത്തുൽ യാസീൻ. യാസീൻ 1 പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു സൂറത്തുകളെല്ലാം എല്ലാവർക്കും ഓതാൻ കഴിയട്ടെ. എല്ലാവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ ബർക്കത്തും റഹ്മത്തും ഒക്കെ കിട്ടട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.